പാവം എന്തുവാണ് നമ്മൾ സ്ലൊവേനിയൻ ഡിഷാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. അപ്പോൾ വെൽക്കം ഓൾ ടു അവർ ന്യൂ വീഡിയോ. സ്വന്തമായിട്ട് ഞങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കി എടുത്തു. ആര് ഐസ്ക്രീമാ നല്ലത് നോക്കണം കേട്ടോ, ആര് ചെയ്താൽ നല്ലത്. ഇതുണ്ടോ, ഇതാ ഭംഗി. ഇത് ഞാൻ ചെയ്തത്. അത് ഇത്ര കാശ് എടുത്തിട്ട് ഐറ്റംസ് ഇല്ല കേട്ടോ, ഐറ്റംസ് കൂടുതലാണ്. 7 യൂറോ കേട്ടോ അതിന് രണ്ടിനും കൂടി വന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ഐസ്ക്രീം എടുക്കാം. നമുക്ക് ഒരുപാട് ആഡ് ചെയ്യാനുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ നമ്മളങ്ങ് കയറി കഴിഞ്ഞപ്പം പുറകിൽ ഒരുപാട് ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു പരിപാടി. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അടുത്തുള്ളൊരു ലേക്കിൻ്റെ അടുത്ത് വന്നിരുന്നു. ഒറ്റയ്ക്കാണല്ലോ വലുതല്ലേ, ഇത് വേറൊരു ടൈപ്പാണ്. പുള്ളു കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മുങ്ങി കിടക്കും. ഇങ്ങനെ ആക്കുന്നുണ്ട്. അതിനുണ്ട് ഏത് ദിശയിൽ വേണേലും പോകാൻ പറ്റും. കണ്ടോ, ആരെങ്കിലും തിന്നാൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന്. പിന്നെ ഇത് ചുമ്മാ ലോക്കൽ ബോട്ടിൽ. അതിൽ ക്യാമറയിൽ നമ്മൾ പറ്റും. സ്വാനെ കണ്ടിട്ട് പട്ടി കറിക്കുന്നത് പാവം. പുള്ളിക്കൊരു കൂസലില്ല കണ്ടോ, നമ്മളിത് കുറെ കണ്ടതാണ്. മേലോട്ട് കയറും, അത് കയറി കഴിഞ്ഞാൽ നടക്കാനൊന്നും പറ്റുമോ? നമുക്ക് വിൻ്ററിൽ കിട്ടാത്തൊരു വ്യൂ ആണ് കേട്ടോ ഇത്. എന്ത് ഭംഗിയല്ലേ കാണാൻ. കാസ്റ്റിലാണ് അറ്റത്ത് ആ ഫ്ലാഗോട് കൂടി കാണുന്നത് കേട്ടോ. നമ്മളവിടെ നിന്ന് കുറച്ച് നേരം ഇളം വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടികളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണിത്. Opens a world through an ancient door. ദെൻ നമ്മൾ ഗോപിജിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞൊരു കൂൾ ഡ്രിങ്ക്സ് മേടിക്കാൻ വേണ്ടി കയറിയ ഒരു ചെറിയ ഷോപ്പാണ്. ചൈനീസ് ഷോപ്പായിരുന്നു ഇത്. അവർക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിഞ്ഞൂടാ, നമുക്കാണെങ്കിൽ അവർ പറയുന്ന ഭാഷ അറിഞ്ഞൂടാ. അതായിരുന്നു അവിടുത്തെ അവസ്ഥ. ദെൻ നമ്മൾ നമ്പർ കാണിച്ചിട്ടാണ് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തത്. നമ്മൾ ഓർഡർ നമ്പർ പറഞ്ഞു കഴിഞ്ഞ ശേഷം അവർ കെറ്റിലിൽ വെള്ളമൊക്കെ ചൂടാക്കാൻ വെക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കരുതി നമ്മൾ കൂൾ ഡ്രിങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് ഹോട്ട് ഡ്രിങ്ക്സൊക്കെ കിട്ടാൻ പോകും. കുഞ്ഞൊരു ഷോപ്പാണെങ്കിലും ഫുൾ ഇങ്ങനെ നൂഡിൽസ് വെച്ച് നിറച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് നൂഡിൽസ് ഉണ്ടായിരുന്നു. നമ്മളൊരു ബബിൾ ടീ പോലെ എന്തോ ആണ് ഓർഡർ ചെയ്തത്. അതൊരു ബബിൾ കൂൾ ഡ്രിങ്ക്സ് ആണ്. എന്താണ് അതിൻ്റെ പേരെന്നൊന്നും നമുക്ക് പറയാനറിഞ്ഞു. ഫസ്റ്റ് സിപ്പ് നമുക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കത് ഫുള്ള് തീർക്കാൻ പറ്റും. ഗോപിജി ഇത് ഫുള്ളും തീർത്തായിരുന്നു. ദെൻ അതിൻ്റെ ഇടയ്ക്ക് ഗോപിജി ഫാൻ്റെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലെ നാരങ്ങ ചോർപ്പുള്ളത് പോലെ
ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇവിടെ. സ്ഥലമില്ലെങ്കിലും സ്ലൊവേനിയ അതിർത്തികളൊക്കെ ചിലപ്പോൾ കാശ് കൊടുത്ത് മേടിക്കായിരിക്കും ഫോറിനേഴ്സിനെ താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പം സമയം 8:15 ഇരുട്ടായിട്ടില്ല, ഇപ്പോഴും ഇവിടെ നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഡിന്നറും കൂടി ഇവിടുന്ന് മേടിച്ചിട്ടാണ് റൂമിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ സ്ലൊവേനിയൻ ഡിഷായിട്ടുള്ള കെബാബാണ് കേട്ടോ മേടിക്കാൻ പോകുന്നത്. അപ്പം കെബാബ് എന്താണെന്ന് കാണിക്കാം. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. സോ കെബാബും കൂടി കാണിച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതാണ് നമ്മുടെ ബുറേക്ക് ഷോപ്പ്. യഫ്ക. സോ നമ്മൾ കബാബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ FK ആണ് കേട്ടോ മേടിച്ചത്. FK ആണ് കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. FK ലൈക്ക് നമ്മുടെ നാട്ടിലെ ഷവർമ, ഇന്ത്യൻ ഷവർമയുടെ വേറൊരു സ്ലൊവേനിയൻ വേർഷൻ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. കബാബും FK ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, ബട്ട് അതിൻ്റെ റാപ്സ് ഡിഫറൻസ് ആയിരിക്കും. ഇത് കാണാനുള്ളൊരു ലുക്ക് വൈസ് ഡിഫറെൻ്റ് ആയിരിക്കും, അത് ഫില്ല് ചെയ്യുന്ന റാപ്പും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് രണ്ടേ ഉള്ളൂ വ്യത്യാസം. പുള്ളിയുടെ കയ്യിൽ ഇപ്പോൾ പുള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കബാബ് എന്ന് പറയുന്ന സാധനം. യെസ്, ഇതാണ് യഫ്ക. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. അതിൻ്റെ റാപ്പ് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഫില്ലിങ്സ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഇതാണ് യഫ്ക. Everything. Yeah. I got you. Yes, right. Little. Yeah. And fish. Yeah. Dobra, spicy? Yeah. What's your little? Little, that's it, little. ഇവിടെ ഡൈനിങ് ഇല്ല, പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന യഫ്ക ഭയങ്കര ടേസ്റ്റിയാണ്. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടി അഫോർഡബിൾ ആണ്. €2 വ്യത്യാസമൊക്കെ ബാക്കിയുള്ള ഷോപ്സിനെ അപേക്ഷിച്ച് നമുക്കിവിടെ ഒരു കുറവുണ്ട്. സോ ഇതെൻ്റെ ഫേവറേറ്റ് നമ്മൾ റൂമിലോട്ട് തിരിച്ചു പോവാണ്. നമ്മൾ ലുബ്ലിയാന റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും എത്തി. നമ്മുടെ ട്രെയിൻ ഇതേ വന്ന് നിൽക്കുന്നുണ്ട്. സോ ഫൈനലി നമ്മൾ റൂമിലേക്ക് പോവാണ്. സമയം എത്രയോ? 10 മണി ആയെന്ന് തോന്നുന്നു അല്ലേ? സമയം 9:30 ആയെന്ന് തോന്നുന്നു. അപ്പോൾ 9:30. ഉറക്കം വരുന്നതിന് ചുമ്മാ ചെന്ന് കിടന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ പറയും. ബൈ.